പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾക്കേവർക്കും ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് 57 ജനാധിപത്യത്തിൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അവകാശവാദങ്ങളെ കുറിച്ചാണ്. 70കളിൽ ശ്രീ ഒ.വി. വിജയൻ പറഞ്ഞു, മാർക്സിസം കാലഹരണപ്പെട്ടു കഴിഞ്ഞു. അന്ന് കേരളത്തിലെ ബുദ്ധിജീവി എന്ന് മുദ്രയടിച്ചിരിക്കുന്ന സഹാവ് EMS ഒ.വി. വിജയന് മൂർച്ചയായി മുദ്ര കുത്തുകയും എന്തോ ഞാനും 75കളിൽ ഒരു കമ്മ്യൂണിസ്റ്റും നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഭാവിയുമായി. അന്ന് ഞാൻ എഞ്ചിനീയറിങ്ങിന് 2ാം കൊല്ലം പഠിക്കുമെന്ന് തോന്നുന്നു. ആ കാലയളവിൽ ദാസ് ക്യാപിറ്റലും മാനിഫെസ്റ്റോവും വൈദ്യാധിഷ്ഠിത ഭൗതികവാദവും പല ആവർത്തി വായിക്കുകയും അതിൽ ആകൃഷ്ടനാകുകയും ചെയ്തു. അതിനുശേഷം 76കളിൽ ഞാൻ വെളിയിൽ പോവുകയും 80കളോടുകൂടി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എനർജി പ്രോജക്റ്റുകൾക്ക് വേണ്ടി പോവുകയും എനർജി പ്രോജക്റ്റുകൾ ഡിസൈൻ, എഞ്ചിനീയറിംഗും എറക്ഷൻ ചെയ്യുകയും അതിൽ കൂടി ഒരു കയ്യിൽ ടെക്നോളജി, ഒരു കയ്യിൽ മാൻ പവർ, മറ്റൊരു സ്ഥലത്ത് ഫിനാൻസ്, ഇതെല്ലാം കൂടി പ്രായോഗികമായി ആക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും. ഈ കൊച്ചു പുസ്തകം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് തന്നെ കാലഹരണപ്പെട്ടിരുന്നു. കാരണം അതിൻ്റെ അടിസ്ഥാനം പ്രോളറ്റോറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്, തൊഴിലാളി വർഗ സർവാധിപത്യം. 2ാം ലോക മഹായുദ്ധത്തിന് മുന്നേ ഉൽപാദനത്തിൽ ലോകത്തെവിടെയും മനുഷ്യൻ്റെ കഠിനാധ്വാനം ആവശ്യമായി. എന്നാൽ 50കൾക്ക് ശേഷം 60കളോടുകൂടി മെക്കനൈസേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ ഇവ പ്രാബല്യത്തിൽ വരികയും ഹാർഡ് ലേബർ, കഠിനാധ്വാനം ഉൽപാദനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി ഈ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ശിലയായ തൊഴിലാളി വർഗ സർവാധിപത്യം പൊട്ടിപ്പോയി. ഉൽപാദനത്തിൽ മെക്കനൈസേഷനും കമ്പ്യൂട്ടറൈസേഷനും വന്നതോടുകൂടി തന്നെ ഹാർഡ് ലേബർ പോവുകയും അതിൽ കൂടി വൻപിച്ച ഉൽപാദനം യന്ത്രവൽക്കരണത്തിൽ കൂടി പ്രാപിച്ചപ്പോൾ അല്പം പോലും അതിന് പ്രായോഗികമില്ലാതാകുകയും ചെയ്തു. രണ്ടാമത്, ഈ കമ്മ്യൂണിസത്തിൽ പറഞ്ഞിരുന്ന ഈ കമ്മ്യൂണിസത്തിൽ ഒരിക്കലും ഇന്റലക്ച്വൽ ഫ്രീഡത്തിന് യാതൊരു വിലയും കൊടുത്തിരുന്നില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ, അവരിന്ന് കുത്തക മുതലാളിത്ത രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിൽ കൊടുത്ത, പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഇൻ്റലക്ച്വലിന് കൊടുത്ത കംപ്ലീറ്റ് ഫ്രീഡം ലോകത്തിന് ടെക്നോളജിയിൽ പുതിയ പുതിയ സംഭാവനകൾ കൊണ്ടുവരികയും അതിൽ കൂടി ഇന്ന് കുത്തക മുതലാളിത്തം അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്ന രാജ്യങ്ങൾ
വളരെ അഭിവൃദ്ധിപ്പെടുകയും ഇന്ന് ആ നാട്ടിലെ താഴെ കടക്കാരൻ്റെ ജീവിത നിലവാരം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ മോളെ നിലക്കാരനും ഇല്ലാത്ത സ്ഥിതിയിലെത്തി. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുസ്തകം അത് ഉദാഹരണത്തിന് ഈ പറയുന്ന ഈ കൊച്ചു പുസ്തകം തന്നെ നമ്മൾ നോക്കുക. അറിവ് എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ്. ഈ കൊച്ചു പുസ്തകം വായിച്ചിട്ട് ഈ അറിവെല്ലാം ഈ കൊച്ചു പുസ്തകത്തിലുണ്ടെന്നും അതിൽ കൂടി ചുറ്റുപാടുകളെ വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനാണ് മൗലികവാദി. അത് ഓരോ പുസ്തകത്തിനും, മതപുസ്തകത്തിനും മൗലികവാദികളുണ്ട്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഒരു മതം പോലെ കാണുന്ന മാർക്സിസം, അതിൻ്റെ ആ പുസ്തകം വായിക്കുകയും അതിൽ കൂടിയുള്ള വികസനങ്ങൾ ആ ചട്ടക്കൂടുകളിൽ ചുറ്റുപാടിലെ വീക്ഷിക്കപ്പെടുന്നത് മൗലികവാദിയാണ്, വിവരദോഷിയാണ്. അങ്ങനെ ഞാനിന്ന് പറയുന്നത്, താത്വികമായിട്ട് തന്നെ പറയുന്നത്, EMS തൊട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിവരദോഷികളല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു പ്രത്യാശാസ്ത്രമില്ല. കാലങ്ങൾക്കനുസരിച്ച് ഉള്ള ഫിലോസഫികളായിരിക്കും ഞങ്ങൾ രാഷ്ട്ര പുരോഗതിക്ക് കൊണ്ടുപോയി. അത് ഓരോ കൊല്ലങ്ങളും മാറാം, വർഷങ്ങളും മാറാം. ഈ മാർക്സിസത്തിൽ തന്നെ എഴുതിയ ആൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ എല്ലാ ക്ലോസുകളും മാറ്റപ്പെടേണ്ടതാണ്, അതൊന്നും ശാശ്വതമല്ല, മാറ്റമില്ലാത്തത് മാറ്റങ്ങളാണ്. ഇത് വായിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും പറഞ്ഞ് നടക്കുന്നത്. ഇന്ന് അതിനകത്ത് ആപ്ലിക്കബിളായിട്ട് ഒന്നുമില്ല, മൊത്തം കാലഹരണപ്പെട്ടു പോയി. ഞാനിതിന് നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് മൗലികവാദികൾ, അല്ലെങ്കിൽ മൗലികവാദികൾ എന്ന് പറഞ്ഞാൽ വിരോധികളാണ്. അതായത് ഒരു കൊച്ചു പുസ്തകം വായിക്കുക, അറിവല്ല ഇതിനകത്തുണ്ട്, അതിൽ കൂടി ചുറ്റുപാടിലെ വീക്ഷിക്കുക, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക, അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഈ മൗലികവാദി എന്ന് പറഞ്ഞാൽ താൻ്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് മൗലികവാദി. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തീവ്രവാദിയാണ് എന്ന് പറയുന്ന തീവ്രവാദികൾക്ക് ഇന്നത്തെ യുഗത്തിലൊരു പേരുണ്ട്, ബാർബേറിയൻസ്. അങ്ങനെ കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ബാർബേറിയൻസാണ്. ഈ ബാർബേറിയൻസാണ് തീവ്രവാദികൾ. അവരുടെ ആശയങ്ങൾ ഒരാൾ കേട്ടില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെ അവരെ വകവരുത്താനോ അവർ തയ്യാറാകും. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് 220-ൽ കൂടുതൽ ആൾക്കാരെ കണ്ണൂരിൽ കൊലപ്പെടുത്തി. ഇത് പിണറായിയും പപ്പനാവനും, അല്ലെന്നുണ്ടെങ്കിൽ പിണറായിയും രമേശും അറിയാതെ ഒരാൾക്കാർ കണ്ണൂർ കൊന്നിട്ടില്ല. ഇത് നമ്മളിലെ ബോംബെ പോയാലാണ്. അധോലോകക്കാരൻ ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ രാജു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗാങ്ങിൽ ഒരാൾ പോലും ചോട്ടാരായൻ അറിയാൻ കൊല്ലപ്പെടത്തില്ല. ചോട്ടാരായൻ്റെ ഗാങ്ങിൽ ദാവൂദ് ഇബ്രാഹിം അറിയാതെ ഒരാളും കൊല്ലപ്പെടത്തില്ല. എന്ന് പറയുന്ന പോലെ പിണറായിയും പപ്പനാവനും അറിയാതെ 220 ആൾക്കാരും കൊന്നിട്ട് ചത്തിട്ടില്ല എന്നുള്ള സത്യം കേരളത്തിലെ പൊതുജനത്തിനറിയാം. പിന്നെ ഈ അധോലോകക്കാരും അല്ല ഈ അണ്ടർവേൾഡുകാരും പിണറായിയും പത്മനാഭനുമായിട്ടുള്ള വ്യത്യാസം എന്താ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അണ്ടർവേൾഡ് എന്ന് പറയുന്നവർ അവരെവരെക്കാട്ടി ഹോണസ്റ്റാണ്. അവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ക്രിമിനൽസാണ്. പക്ഷേ ഏറ്റവും വലിയ ക്രിമിനൽസായ എവർക്ക് ഇന്ന് നാട്ടിലെ വലിയ ബഹുമതികളും പോലീസ് പ്രൊട്ടക്ഷനും. ഇത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ്. ഇതൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കിടക്കണം. അവർ അണ്ടർവേൾഡ് അല്ലയോ? ആണോ? പിണറായി അണ്ടർവേൾഡ് പിണറായി അല്ലയോ? അല്ലെ പപ്പനാവനോ രമോശ കഴിഞ്ഞ കാര്യം കൊല ചെയ്തൊരു RSS ഇപ്പം കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രിമിനൽസാണ് RSS അല്ലെ BJP-ക്കാര്. UP-യിൽ ഗുജറാത്തിൽ ഇരുന്ന് നിൽക്കുന്ന 45 ആൾക്കാർ, 45 MP-മാർ കൊടും ക്രിമിനൽസാണ്. ഈ ക്രിമിനലിലെ ഏറ്റവും പേര് കേട്ടവർ RSS-കാരല്ലേ BJP-ക്കാര്. അതിന് സംശയമൊന്നുമില്ല. ഈ ക്രിമിനൽസിനാണ് നമ്മൾ വോട്ട് കൊടുക്കണ്ടേ? അതോ? അത് പോകട്ടെ, നമുക്ക് തിരിച്ചു പോകാം. കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്തത്?
അവർ സെക്കുലർ പാർട്ടികളാണോ? അല്ലെ കോൺഗ്രസ്സുകാർ സെക്കുലർ പാർട്ടികളാണോ? കേരളത്തിലെ കോൺഗ്രസും അല്ലെ കമ്മ്യൂണിസ്റ്റുകാരും സെക്കുലർ ആയിരുന്നെങ്കിൽ അവർ വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ച് അധികാരം പങ്കിടുവോ? കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്നത് കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ തമാശയാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയ പാർട്ടിയല്ലെന്ന് പറയും. ഈ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പങ്കിട്ട് ഇന്ന് കേരളത്തിൻ്റെ സെക്കുലറിസം നഷ്ടപ്പെട്ടു. ജനാധിപത്യത്തിന് വിലയില്ല, ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഇല്ല, രാഷ്ട്രീയമേ ഇല്ല. കേരളത്തിൽ നിന്ന് രാഷ്ട്രീയമാണ്, വർഗീയത മാത്രമാണ് നിലനിൽക്കുന്നത്. ഞങ്ങളല്ല രാഷ്ട്രവാദികൾ, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. അരാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെ മാർക്സിസ്റ്റുകാർക്കുമാണ്. വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുക, എന്നിട്ട് ഞങ്ങൾ സെക്കുലർ എന്ന് പറയുക. എന്താ അവരുടെ ഹോണസ്റ്റി? ഞങ്ങൾക്ക് മനസ്സിലാകാതെ കിടക്കുന്ന കാര്യമാണ്. പോട്ടെ, നമുക്ക് തിരിച്ച് കമ്മ്യൂണിസത്തിലോട്ടൊന്നും തന്നെ പൊയ്ക്കളയാം. 57 ഭൂനിയമ ബില്ല് കൊണ്ടുവന്നു, അത് പാസ്സായി. അച്യുതമേനോൻ മന്ത്രിസഭ ഭൂനിയമ ബില്ല് പാസ്സാക്കിയിട്ട് കേരളത്തിലെ കൃഷി എവിടെ പോയി? അത് പക്ഷെ ആരും വ്യക്തമാക്കാത്ത ഒരു ക്വസ്റ്റ്യനാണ്, ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം കേരളത്തിലെ കൃഷി നശിപ്പിച്ചത് EMS തന്നെ. ഭൂനിയമ ബില്ല് പാസ്സായതിനു ശേഷം EMS ആദ്യം ചെയ്ത് എന്തുവാ? ട്രാക്ടറുകളും കൊയ്യുന്ന മെഷീനും തല്ലിപ്പൊട്ടിച്ച്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർക്ക് ഏറ്റവും വലിയൊരു വിദ്വേഷിയാണ് അന്ന് ഇന്നും. കാരണം ഈ ടെക്നോളജിയാണ് മാർക്സിസത്തിൻ്റെ അടിത്തറ തുറന്നതെന്ന് അവർക്കറിയാം. അങ്ങനെ കേരളത്തിലെ കൃഷി ഉൽപ്പാദനത്തിലുള്ള ടെക്നോളജിയെ അടിച്ചു പായിച്ചു. അതോടുകൂടി കേരളത്തിലെ കൃഷി ഇത് കൃഷി എവിടെ പോയി? മാർക്സിസ്റ്റുകാരാണ്, EMS ആയ ഉത്തരവാദി കേരളത്തിലെ കൃഷി നശിച്ചതിന്. അതും പോകട്ടെ, 87 വലിയ ബുദ്ധിമാനല്ലയോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. വല്ല വിഷനും ഉണ്ടോ വിവരദോഷി? 87 ഡിഫിക്കാർക്ക് കൊട്ടൂടി എടുത്തു കൊടുത്ത് കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. 90 കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ബോംബെയിലും എല്ലാം IT-യുടെ ബില്യൺസാ വെളിയിൽ നിന്ന് വന്നത്. $ബില്യൺസ് വന്നത്. ഇത് കേരളത്തിന് വരണ്ട. കേരളത്തിലെ ഒരു തലമുറ ചെറുപ്പക്കാരെ കശാപ്പ് ചെയ്ത വിവരദോഷികളാണ് ഈ മാർക്സിസ്റ്റുകാർ. ഈ വിവരദോഷികളെ ഇനി നമുക്ക് ആവശ്യമുണ്ടോ? യവന്മാർക്ക് വിവരദോഷമല്ല എന്തെങ്കിലും അറിയാവോ? ഇനി അവർ പറയും സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസം അമേരിക്ക പൊട്ടിച്ച. അല്ല, സോവിയറ്റ് റഷ്യ നടന്നെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമില്ലാത്ത ഒരു വിഭാഗം തൊഴിലാളി വർഗത്തെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും അതിന് ഉദാഹരണമാണ്. ഉത്തരവാദിത്വമില്ലാത്ത ഒരു വിഭാഗം തൊഴിലാളി വർഗത്തെ തീറ്റിപ്പോറ്റാനുള്ള ചുമതല സർക്കാർ ഏറ്റെടുത്തു. അതോടുകൂടി എന്ത് വന്ന്? അവർ ഉത്പാദനക്ഷമത കുറഞ്ഞു, ഉത്പാദനം ഇല്ലാതായി, എക്കണോമി തകർന്നു, വേറെ മാർഗമില്ല. അങ്ങനെയാണ് സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസം തകരുന്നത്. അതുകൊണ്ട് എവരീ പറയുന്ന പോലെ ഞങ്ങൾ പൊതുമേഖല എന്ന് പറയുന്ന കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ആരും വിചാരിക്കണ്ട. പക്ഷേ ഞങ്ങൾ ഇന്റലക്ച്വൽ സ്വാതന്ത്ര്യം കൊടുക്കും, പ്രൈവറ്റ് സെക്ടറുകൾ വരും, പക്ഷേ ശക്തമായ നിയന്ത്രണം പ്രൈവറ്റ് സെക്ടർ ഞങ്ങളുണ്ടാകും. അതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ സമ്പന്നരായത്. ഏറ്റവും വലിയ ടെക്നോളജിയുള്ള മെർസിഡീസ് ബെൻസും BMW ഉൽപ്പാദിപ്പിക്കുന്ന പ്രൈവറ്റ് കമ്പനിയാണ് ജർമ്മനിയിലാണ്. പക്ഷേ ഗവൺമെന്റിന് അവരുടെ മേൽ ശക്തമായ നിയന്ത്രണമുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ കമ്പനീസ് ആണ് നമ്മുടെ നാട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ മരുന്നും മോളിക്യൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് കമ്പനിയാണ്. സ്കാനിങ് മെഷീൻ മുതലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുപിടിച്ചേക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. ആ സിസ്റ്റമാണ്. പക്ഷേ ഗവൺമെന്റിനെയും ജനങ്ങളെയും മറന്നുകൊണ്ട് ആ കമ്പനിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. പ്രൈവറ്റ് കമ്പനികൾക്ക് ശക്തമായ നിയന്ത്രണമുണ്ട്.
ഇന്ത്യയിൽ പറ്റിയതെന്ന് പറഞ്ഞാൽ വിവരദോഷികളായ അല്ലെന്നുണ്ട് വെട്ടിത്തിന്നികളായ ഒരു ഭരണവർഗം വന്നതുകൊണ്ട് പ്രൈവറ്റൈസേഷൻ ഇന്ത്യയെ ക്രൂക്ക് ചെയ്ത് കൊണ്ടുപോകാഞ്ഞത്. ഇന്ത്യ തുറന്നുകൊണ്ട് പോയി. അതാണ് ഇന്ത്യയിലെ പ്രൈവറ്റൈസേഷന് പറ്റിയത്. ടാക്സ് ഇല്ല, പാരലൽ എക്കണോമി, ബ്ലാക്ക് മണി. ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങും അക്കൗണ്ടബിലിറ്റി ഇല്ല. നാട്ടിലെ ഓരോ പൗരന്റെ ഇൻകത്തിന് അക്കൗണ്ടബിലിറ്റി വേണം. ഒരാൾ കമ്പനി നടത്തുവാങ്കിൽ അയാൾ ഇൻകത്തിന് അക്കൗണ്ടബിലിറ്റി വേണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്യുന്ന 100 രൂപ ലാഭം ഉണ്ടായാൽ 35 രൂപ ടാക്സായി. 35 രൂപ കൊണ്ടുവന്ന് അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചെലവാക്കുന്നത്, അല്ലെ മറ്റ് ആൾക്കാർക്ക് തൊഴിലിന്മ വേതനമായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ പബ്ലിക് സെക്ടറിൽ കൊണ്ടുവന്നിട്ട് ആ മേഖലയെ നശിപ്പിച്ച് കളയല്ല. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയാമല്ലോ. ടൈറ്റാനിയം കൊല്ലത്തെ ഇന്നൊരു ഭാഗം മൊത്തം ആസിഡാ. എന്താ ടൈറ്റാനിയം എന്ന് പറയുന്ന അല്ലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുത്തരിഞ്ഞ് കിടക്കുക. വൻപിച്ച അഴിമതികളാ. ഭരിക്കണം. ഇപ്പം തന്നെ കരീമെന്ന് പറയുന്നവരെ ഒരു മന്ത്രി എന്തോ യോഗ്യത? ഇൻഡസ്ട്രി ഭരിക്കാൻ അയാൾക്ക് എവിടുന്ന് അറിയാം? പോട്ടെ, ആര്യാടമാവിന് എന്താ പറയുക ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കാൻ? ഞങ്ങൾ വന്നാല ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു എഞ്ചിനീയർ ആയിരിക്കും. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഹൈലി ക്വാളിഫൈഡും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു എഞ്ചിനീയർ ആയിരിക്കും ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കണ്ടേ. അല്ലെ അതുപോലെ ടെക്നോക്രാറ്റുകളാണ് അങ്ങനെയുള്ള രംഗങ്ങളിൽ വരേണ്ടത്. അല്ല ഇതിനെപ്പറ്റി ഒന്നും അറിയാവുന്നമാരല്ല അത് ഭരിക്കേണ്ടത്. അതാണ് ഞങ്ങൾ പറഞ്ഞ വിരോധികൾ ഭരിക്കുന്നത് നമ്മുടെ രാജ്യം. അതുപോരാ, അതിന് മാറ്റങ്ങൾ വരണം. ഞങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ ടെക്നോളജിയിൽ എവിടം വരെ കൊണ്ടുപോകണമെന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ആരും താത്ത് കാണണ്ട. ഞങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യും ഞങ്ങളുടെ നാടിന് വേണ്ടി. അതുപോലെ തന്നെ ഈ സർക്കാർ വെളിയിൽ കൊണ്ടുപോയി 200 ലക്ഷം കോടി രൂപ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ എന്തും ചെയ്യും. 10 കൊല്ലം അധികാരം സെൻട്രലിലും കേരളത്തിലും ആയിട്ട് ആം ആദ്മി പാർട്ടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം കേരളം ഒരു യൂറോപ്പാക്കി കാണിച്ചു തരാം. ഞങ്ങൾ കാണിച്ചു തരാം കേരളം യൂറോപ്പാക്കുന്നത്. ഇന്ന് യൂറോപ്പിൽ ഒരു കുഞ്ഞ് പറഞ്ഞാൽ പിറക്കുമ്പോൾ അവൻ $50,000 സ്വത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഇന്ത്യയിലെ 60% കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് വായും വളർന്ന ഒന്നുമില്ല. ഇതിന് മാറ്റം വരണം. ഞങ്ങൾ 10 കൊല്ലം ഭരിച്ചാല 10 ലക്ഷം രൂപയെങ്കിലും ആസറ്റോടു കൂടി കേരളത്തിലൊരു കുഞ്ഞ് ജനിക്കും. അതെല്ലാം ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് കഴിയും. സമ്പദ്സമൃദ്ധമായ രാജ്യമാണ്. ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തും കൊണ്ട് വിദേശ ദല്ലാളായ ആൾക്കാർ ഭരിക്കുന്നു, അല്ലെ കമ്മ്യൂണിസ്റ്റുകാരായ വിവരദോഷികളിൽ ഭരിക്കുന്നതുകൊണ്ടാണ് കേരളം പുരോഗമിക്കാതായത് പോയായത്. കേരളത്തിൽ അല്പം പോലും ഇൻഡസ്ട്രിയലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല, ടെക്നോളജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആര് നിമിത്തം? പൊതുമേഖല എന്നുള്ള ഇടത്തെ കളയുക. ഉദാഹരണം, ഓരോ കൊല്ലവും കോടികളാണ് ട്രാൻസ്പോർട്ടേഷന് കൊടുക്കുന്നത്, KSRTC കൊടുക്കുന്നത്. എന്തിനാ? ഒരു വിഭാഗം തൊഴിലാളി വർഗത്തെ തീറ്റിപ്പാറ്റം. അതിൻ്റെ ആവശ്യമുണ്ടോ? അത് പ്രൈവറ്റ് സെക്ടർ കൊടുക്ക്, നടത്താനായിട്ട് കൊടുക്ക്. 100 കോടി ലാഭം കിട്ടി അവരുടെ അടുത്ത് നമുക്ക് 35 കോടി അവരുടെ ടാക്സ് മേടിക്കാം ഒരു കൊല്ലം. ടൈറ്റാനിയം നടത്തട്ടെ, 10 കോടി ലാഭം കിട്ടിയാൽ 3.5 കോടി ടാക്സ് മേടിക്കാം. കാശ് കൊണ്ട് കളയതിനെക്കാട്ടി അല്ലയോ നടത്താൻ കൊടുത്ത് ടാക്സ് മേടിക്കുന്നത്. അതുപോലെ അപ്പം നിങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യും. തൊഴിലാളികളൊന്നും ചൂഷണം ചെയ്തിട്ടില്ല. ഈ രാജ്യത്തെ ജനത്തിന് വേണ്ടിയാണ് സർക്കാർ വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. അതിനുള്ള നിയമം അവിടെ കാണും. ഓരോ ആഴ്ചയിലും ഒരു പൗരനിൽ നിന്ന് ശമ്പളം കൊടുക്കുമ്പം അവൻ്റെ ടാക്സും അവൻ്റെ ഹെൽത്ത് കെയറും എല്ലാം അതിനകത്ത് കാണും. പ്രോവിഡന്റ് ഫണ്ടും എല്ലാം അതിനകത്ത് കട്ട് ചെയ്ത് കൊണ്ടാകും വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്നത്, മറ്റ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വികസിത രാജ്യങ്ങൾ കൊടുക്കുന്നത്. ആ സിസ്റ്റം തന്നെ ഞങ്ങൾ കൊണ്ടുവരും. സീറോ കറപ്ഷൻ എല്ലാ രംഗങ്ങളിലും ഉള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ ആം ആദ്മി പാർട്ടി കൊണ്ടുവരും. അതിനുള്ളവരെല്ലാം ആം ആദ്മി പാർട്ടിയിലുണ്ട്, അറിയാവുന്നവരുമുണ്ട്. അല്ലാതെ വിവരദോഷികളും വെട്ടിത്തിന്നുകളും ഉണ്ടായ കോൺഗ്രസ്സുകാർ വെട്ടിത്തിന്നാനല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളതെല്ലാം ഞങ്ങളുടെ കൈ വരും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരും വലിയ തൊഴിൽ വിദഗ്ധരായിരിക്കും, അല്ലെ തൊഴിൽ അറിയാത്തവർ തൊഴിൽ പഠിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ വിവരദോഷികളെ ഞങ്ങളെ പേടിപ്പിക്കരുത്. വിവരദോഷി എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പുസ്തകത്തിനകത്തെല്ലാം ഉണ്ട്, അവനെല്ലാം അറിവുണ്ട്, വേറെ ഇയാളൊന്നും പഠിക്കണ്ട.
വേറെ എല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാനൊക്കെ പറഞ്ഞവനാ വിവരദോഷി. അതാണ് ഒന്നാം തരം വിവരദോഷികളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞത്. ഒരു കൊച്ചു പുസ്തകം വായിച്ചിട്ട് എല്ലാ അറിവും അതിലുണ്ടെന്ന് വിശ്വസിക്കുകയും അതിൽ കൂടി ചുറ്റുപാടുകളെ വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. ഒരു കൊച്ചു പുസ്തകമല്ല അറിവ് കടൽ പോലെ കിടക്കുക. പലതും വായിക്കാനുണ്ട് അറിവിനായിട്ട്. ഒരു കൊച്ചു പുസ്തകത്തിനകത്ത് ഒരുത്തൻ്റെ അറിവ് നിൽക്കുന്നില്ല. ഇതിലെ ഇസ്ലാമിക തീവ്രവാദികളെ പോലാണ് നാട്ടിലെ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി. യാതൊരു വിവരവുമില്ല, വിവരദോഷികൾ. അതുകൊണ്ട് ഞങ്ങളെടുത്ത് വിവരദോഷമൊന്നും എടുക്കാൻ പറ്റരുത്. ഞങ്ങൾ ഇപ്പോഴാ പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാം തരം വിവരദോഷികളാണ്. ആ പുസ്തകത്തിന്റെ മൗല്യവാദികളാണ്. അവർക്ക് എന്ത് ചെയ്താലും തലേ കയറത്തില്ല. അവർക്ക് വിദ്യാഭ്യാസ ബുദ്ധിജീവികളെ അല്ല അവർ. ഒരു കാലത്ത് കേരളത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇയാൾ ബുദ്ധിജീവി അങ്ങ് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കണമെന്ന് പരക്കെ പറയും. ഒരു ബുദ്ധിജീവി ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനാകത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി. ഇഫ് യു ആർ ഹോണസ്റ്റ് ആൻഡ് ഇന്റലിജന്റ് യു നെവർ ബി എ കമ്മ്യൂണിസ്റ്റ്. ഇഫ് യു ആർ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഇന്റലിജന്റ് യു നെവർ ബി ഹോണസ്റ്റ്. യു ഹോണസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് യു നെവർ ബി ഇന്റലിജന്റ്. ദിസ് ഈസ് ദി സിറ്റുവേഷൻ ഇൻ കേരള. I am challenging all the communists in Kerala that you are ignoramus. You are ignoramus. You are a fundamentalist. We are not slave of any single books. Aam Aadmi Party, slave of any single books, any philosophy, outdated philosophy. We have the philosophy according to time, according to the changes, according to the needs. We will adopt our own philosophy and we are in a position rule our country to any extent and make the people powerful. So, please, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ 10 പേരെ കൊണ്ടോ ഞങ്ങളെ 20 പേരെ കൊണ്ടോ രാജ്യത്ത് കൊണ്ടുപോകാനൊക്കില്ല. അതുകൊണ്ട് ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ മൂവ്മെന്റിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതല്ല